ഇന്ന് ലോകം പ്രണയത്തിന്റെ ലോകമാണ്. പ്രണയത്തിന് കാരണം ബാഹ്യമായ ഭംഗിയാണ്, മാംസബന്ധിതമായ ഭംഗിയാണ്. ഇത് വെച്ച് നോക്കുക, ലോകത്തെ ഏറ്റവും വലിയ ഭംഗി ആരാ? മുഹമ്മദ് മുസ്തഫ. വേറൊക്കെയാണ് നിർത്തുക. പാണ്ഡിത്യം അവിടെ കട്ടെ, കാരുണ്യം അവിടെ കട്ടെ, അന്വേഷണ തൃഷ്ണ അവിടെ കട്ടെ, സംയമനം അവിടെ കട്ടെ, ഖുലുഖുൽ ഹുസ്ന അവിടെ കട്ടെ, റഹ്മത്ത് അവിടെ കട്ടെ. ലോകത്ത് ആർക്കും തർക്കമില്ലല്ലോ, ഭംഗിയെ ഇഷ്ടപ്പെടുന്നുള്ളു. ആർക്കാ തർക്കമുള്ളത്? ഭംഗിയുള്ളൊരു ബൾബുണ്ട, ഹായ് എന്ന് പറഞ്ഞ് നിൽക്കും, അതിന് പായത്തോതി സോദണ്ട. ഭംഗിയുള്ളൊരു വീടുണ്ട, ഹടാത് ആകർഷിക്കും, അതിന് ചരിത്രം പറയണ്ട. ഭംഗിയുള്ളൊരു പെണ്ണിനെ കണ്ടാൽ പാടില്ലെങ്കിലും അറിയാതെ ഇക്കിളി വരും, അതിന് പായത്തോതി സോദണ്ട. വേണോ? എന്നാ ഈ സ്വാഭാവികമായി മനുഷ്യന്റെ പ്രകൃതി ചായുന്ന ഈ ഒരു കാര്യം ഉണ്ടല്ലോ, ഇത് ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹ് കൊടുത്തത് ആർക്കാ? മുഹമ്മദ് മുസ്തഫ. അതാരാ പറയണ്ടേ? കണ്ട ആളുകളൊക്കെ പറയുന്നു, മാ റഅയ്ന അഹ്സന ശൈഇൻ മിൻ വജ്ഹി റസൂലില്ലാഹ്. മുഹമ്മദ് നബിയുടെ മുഖത്തേക്കാൾ ഭംഗിയുള്ള ഒരു മനുഷ്യനെ എന്നല്ല, ഷെയ് എന്നതിൽ മനുഷ്യൻ പെട്ടോ, അമ്പിളി പെട്ടോ, സൂര്യൻ പെട്ടോ, താരകങ്ങൾ പെട്ടോ, മഴവില്ല് പെട്ടോ, പൂമ്പാറ്റ പെട്ടോ, പൂക്കൾ പെട്ടോ, ഉദ്യാനം പെട്ടോ, എല്ലാം പെട്ടോ, ഒരു വസ്തുവിനെയും ഞങ്ങൾ കണ്ടിട്ടില്ല മുഹമ്മദ് നബിയുടെ മുഖത്തോളം ഭംഗിയുള്ളതായി. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ മരുഭൂമിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 14 രാവിലെ അമ്പിളി മേലെ ഉദിച്ചിട്ടുണ്ട്, അടിയിലൊരു അമ്പിളി, 2 അമ്പിളിന്റെ അടിയിൽ ജാബിർ ഇബ്നു സമുറ സഹാബിയാണ്. ഇവർ ജാബിർ ഇബ്നു സമുറ പറയാണ്, ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ അടിയിലൊരു അമ്പിളി, അതിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ, മേലെ അമ്പിളി, അത് 14 രാവ്. എനിക്ക് നല്ല സുഖമായി. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഫജഅൽതു അൻദുറു ഇലൈഹി, ഞാൻ മുത്തനബിയിലേക്ക് എങ്ങനെ നോക്കും, വൈലൽ ഖമരി, എന്നിട്ട് അമ്പിളിയിലേക്ക് നോക്കും, പിന്നെ ഇങ്ങോട്ട് നോക്കും, എന്നിട്ട് അമ്പിളിയിൽ നോക്കും. ഇങ്ങനെ അമ്പിളിയെയും മുത്തനബിയുടെ കമനീയ മുഖത്തെയും മാറി മാറി നോക്കിയ സ്വഹാബി പറയാൻ, അല്ലാഹുവിട്ട് സത്യം ചെയ്ത് പറയാൻ, ഇന്ദീ അഹ്സനു മിനൽ ഖബരി, ഞാൻ അമ്പിളിയെയും മുത്തുനബിയുടെ മുഖത്തെയും മാറി മാറി നോക്കി. പടച്ചോനെ തന്നെ സത്യം, ലോക ചരിത്രത്തോട് ജാബിർ അല്ലാഹു പറയാൻ, പടച്ചോനെ തന്നെ സത്യം, മുത്തുനബിയുടെ മുഖമാണ് എനിക്ക് ഏറ്റവും ശോഭയുള്ളതായി ഭംഗിയായി ബോധ്യപ്പെട്ടത് എന്ന് ജാബിർ ഇബ്നു സമുറ. പോരാ, ഇനി ഒരു മനുഷ്യൻ എല്ലാവരും അംഗീകരിച്ചാലും പെട്ടെന്ന് അംഗീകരിക്കാൻ പ്രയാസമുള്ള സ്ഥലം ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ പെട്ടെന്ന് അംഗീകരിക്കില്ല. അപ്പോൾ അവിടെയൊക്കെ വലിയ വലിയ ആളുകളുണ്ട്. റോട്ടിൽ നമ്മൾ നേതാവായിരിക്കും, സ്റ്റേജിൽ നമ്മൾ വലിയ ആളായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഭാര്യനോട് പോയി പറഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മൾ വലുപ്പം പുറത്താക്കും. സമ്മതിക്കൂല, സമ്മതിക്കൂല, സമ്മതിച്ച് തരൂല. നിങ്ങളെല്ലാവരും പെട്ടെന്ന് ചിരിക്കുന്നത് ഒരുപാട് അനുഭവങ്ങളെ കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞില്ല. അത് പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ, ഞാൻ പറഞ്ഞില്ല. പക്ഷെ ചിന്തിച്ചാൽ മതി, ആരെവിടെ പോക്കിയാലും അവിടെ പോണ്ട, അവിടെ സാധു വെച്ച് നിൽക്കേണ്ടി വരും. തമാശയിൽ ഒരു ഐതിഹ്യം കേട്ടിട്ടുണ്ട്. ഒരു ഉസ്താദ് പറഞ്ഞതാണ്, പണ്ടൊരു മഹാനായ വലിയ അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്ന ആളാണ്. എല്ലാവരും അംഗീകരിക്കും, സ്വന്തം പെണ്ണുങ്ങൾ അംഗീകരിക്കൂല. മൂപ്പര് വെറുതെ എന്ത് ചെയ്ത്, ഇതുവരെ ഒരു ഐതിഹ്യമായിട്ട് അതിന്റെ സ്രോതസ് ബുഖാരിയിൽ ഉണ്ടോന്ന് നോക്കണ്ട, ഇതിങ്ങനെ കേട്ടു വന്ന അതിൽ മെസ്സേജ് ഉണ്ട്. ആ മൂപ്പരിങ്ങനെ പെണ്ണുങ്ങളെ തീരെ അംഗീകരിക്കൂല. പെണ്ണുങ്ങളിരുന്നൊരു അംഗീകാരം വാങ്ങാൻ മൂപ്പര് എന്ത് ചെയ്യുന്നവരോ, രാവിലെ പെണ്ണുങ്ങൾ ചൂലെടുത്തിട്ട് തൂത്തുവാരുന്ന സമയം നോക്കിയിട്ട് ദിക്റ് ചൊല്ലിട്ട് മേലെ കൂടി പറന്നു. മേലെ കൂടി പറക്കലൊന്നും അത്ര വലിയ വിഷയമല്ല. ഇന്നിപ്പോൾ അത് നോക്കിയിട്ട് ആൾക്കാർ കുപ്പിയിൽ വെള്ളം നിറച്ച് ഓടുന്നത്. അത്ഭുതമുള്ളവർക്കൊക്കെ ഇപ്പോൾ പറുതട്ട പെണ്ണുങ്ങൾ ക്യൂ നിൽക്കുകയാണ്. ഒറിജിനാലിറ്റിൻ്റെ അടുത്ത ആളുകൾ കുറവാണ്. ഇവിടെ ഉണ്ട് ഒരു ഒറിജിനൽ വലിയ, അള്ളാഹു തആല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ലോകത്തെ ഏറ്റവും വലിയ കറാമത്ത് ഇസ്തിഖാമത്താണ്. ഇസ്തഖിം കമാ ഉമിർത എന്ന് പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹിന്റെ മുടി നരച്ചത്. അമ്പിളിയെ പിളർക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ മുടി അരച്ചിട്ടില്ല, കാരണം ആ വിഷയമല്ല, ഇസ്തിഖാമത്തിന്റെ താഴെയാണ്. അവയല്ലാണ്ട് വേണ്ടി അല്ലാണ്ട് പിളർത്തിക്കോളും. അപ്പോഴൊന്നും നരച്ചില്ല. സ്വഹാബ പുതിയതായിട്ട് ആളുകളൊന്ന് ടീമാൻ ഉറക്കാൻ വല്ലതും കാണിച്ചു തരുന്നെന്ന് പറഞ്ഞു. എന്താ കാണിക്കണ്ടേ? ആ മരങ്ങളോട് സംസാരിച്ചാൽ ഞാൻ മുസ്ലിം ആയിക്കോളാം. അപ്പ അള്ളാന്റെ റസൂലിന് മുടി നരച്ചില്ല. എന്തുകൊണ്ട്? പേടി ഒന്നില്ല. പക്ഷെ അള്ളാഹ് പറഞ്ഞു ഇസ്തിഖാമത്തിൽ ഉറച്ചു കിടന്ന്. അപ്പൊ 17 മുടി നരച്ചു മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് കിതാബിലൊക്കെ കാണാം, ഫഅജലുൽ കറാമത്തി അൽ ഇസ്തിഖാമ ഫൽ കറാമത്തു ബിമഅന ഖവാരിഖുൽ ആദാതി ഫലാ ഇബ്റത ലഹാ ഇൻദൽ മുഹഖഖീൻ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഖവാരിഖാണ്. എവിടെയാണ് പിന്നെ ഊതിയിട്ട് ലഡു എടുക്കുന്ന ആള്, എവിടെയാണ് വീശിയിട്ട് താമര ഉണ്ടാക്കുന്ന ആള്, എവിടെയാണ് കാലിൻ്റെ അടുക്ക കൂടി സ്കൂട്ടർ ഉണ്ടാക്കുന്ന ആള്, ഇതൊക്കെ നോക്കിയിട്ട് അപ്പോൾ ആൾക്കാർ ഓടുന്നത്. അതൊക്കെ ഡൂബിളി, അതിൽ ഒറിജിനൽ ഉണ്ടാവുക, ഡൂബിളി ഉണ്ടാവുക. ഇസ്തിഖാമത്ത് ആരെടുത്താൽ നോക്കണം,
അതുള്ള ആൾ ഇവിടെ ഉണ്ട്. അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ട്. എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഈ സ്റ്റേജിലുണ്ട്, ഈ സദസ്സിലുണ്ട്. അള്ളാഹു തആല അവരെ ബർക്കത്തുകൊണ്ട് ഈ സദസ്സ് കബൂലാക്കട്ടെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പൊ ഞാൻ പറയുന്നത്, അപ്പൊ ഇയാളിങ്ങനെ കരുതി മേൽക്കൂടി ഒന്ന് പറന്ന് കാണിച്ചു കൊടുക്കാൻ, ദിക്റേലിട്ട് മേൽക്കൂടി പറഞ്ഞു. അപ്പൊ ഭാര്യ ഇങ്ങനെ അടിച്ചു വരികയാണ് നോക്കാൻ വേണ്ടിയിട്ട്. ഉറക്കൊന്ന് ദിക്റല്ലി. അപ്പൊ നോക്കിയപ്പോ ഭാര്യന്റെ കയ്യിൽ നിന്ന് ചൂലൊക്കെ വീണു എന്നാണ്. പേടിയല്ലേ, മേൽക്കൂടി ഒരു മനുഷ്യൻ പറക്കല്ലേ. ഭാര്യ ചൂലൊക്കെ ഇട്ടിട്ട് റൂമിൽ വിറച്ച് പോയിട്ട് ഇങ്ങനെ പേടിച്ചിരുന്ന് ഒരു കാര്യം മൂപ്പത്തേര് ഉറപ്പിച്ചു, ഉലകത്തിൽ നിന്ന് ജീവിക്കുന്ന ഏറ്റവും ടോപ്പ് മക്കാമിലുള്ള ആൾ മൂപ്പരാണ്. ഭർത്താവ് വന്നാൽ ഉടനൊന്ന് പോയോക്കണമെന്നായി തീരുമാനം. ധാരണ്യനി പറക്കണ് ഭർത്താവ്. മൂപ്പത്തേര് തീരുമാനിച്ച അങ്ങനെ. ഭർത്താവ് വന്നപ്പോൾ പറഞ്ഞു, പിന്നെ കിടക്കല്ലേ അതൊക്കെ പിന്നാക്ക, ഞാൻ ഇന്ന് ജീവിക്കണ ഏറ്റവും വലിയ കുത്തുബിനെ കണ്ടിട്ടുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കുത്തുബിനെ കണ്ടിട്ടുണ്ട്. വേഗം പോയിട്ട് ദ്വാരിപ്പിക്കുക, എപ്പോഴാ മരിക്കുക പറയാൻ പറ്റൂല, വരുന്നറി. അപ്പൊ മൂപ്പര് വെച്ചു, ഇയാളെ ടോപ്പ് മക്കാമിലുള്ള ആളാന്ന് അംഗീകരിച്ചോ? മേൽക്കൂടി ദിക്ർ ചൊല്ലി പറക്കണ ഒരു മനുഷ്യൻ പിന്നെ എന്ത് മക്കാമ അങ്ങക്ക് അറിയാന്ന് ചോദിച്ചു. ആഹാ, അതെനിക്ക് ഉറപ്പായോ? എനിക്ക് ഉറപ്പാണ്, ഇന്ന് അവർ ഏറ്റവും ടോപ്പ് മക്കാമിലാണ്. അത്ര വലിയ കറാമത്താ കാണിച്ച് വരുന്നറിഞ്ഞു. അപ്പം മൂപ്പം പറഞ്ഞു, എന്നാലേ ആ പറഞ്ഞതേ ഈ നിൽക്കണ എൻ്റെ ഭർത്താവാണ് എന്നറിഞ്ഞു. നിങ്ങളത് അതന്നെയാണ് പറക്കുമ്പോ ഊരക്കൊരു വളവ് എന്നറിഞ്ഞു. അണ്ടങ്ങള് അത് ഭർത്താവാന്ന് പറഞ്ഞപ്പോ ഊരൊക്കെ വളവ് കണ്ടുപിടിച്ച്. ഇതാണ് പെണ്ണിന്റെ മനഃശാസ്ത്രം. എന്നാൽ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഉഹുദിയ റസൂലുള്ളാഹി ശംലത്തുൻ സൗദാ, അല്ലാഹുവിന്റെ റസൂലിന് ഒരു കറുത്ത ഷാൾ കിട്ടി. ആ കറുത്ത ഷാൾ കിട്ടിയപ്പോൾ അത് തോളിലണിഞ്ഞുകൊണ്ട് ആയിഷ ഉമ്മയോട് ചോദിക്കുകയാണ്, കൈഫ തറൈനിഹാ ആയിഷ. ആ തോളിൽ ഷാൾ ഇട്ടിട്ട് പറഞ്ഞു, എങ്ങനെയുണ്ട് ആയിഷ, എങ്ങനെയുണ്ടത്, എങ്ങനെയുണ്ട്? അപ്പൊ ആയിഷ പറയാണ്, ഞാൻ ആ തോൾക്ക് ഇങ്ങനെയാണ് നോക്കിയപ്പോഴേ ആ ഷാളിന്റെ കറുത്ത കളറുണ്ടല്ലോ റസൂലുള്ളാന്റെ ശരീരത്തിന്റെ വെള്ള തുടിപ്പിൽ പതിഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാന്റെ പൂമേനിയുടെ വെളുവെളുപ്പിന്റെ തുടിപ്പ് തിരിച്ച് കറുത്ത ഷാളിലും പതിഞ്ഞിട്ടുണ്ട്. അതാണ് മുഹമ്മദ് മുസ്തഫ. ഞാൻ അവസാനിപ്പിച്ചു. അപ്പൊ ഭംഗിയാണ് വിഷയമെങ്കിൽ ഏറ്റവും വലിയ ഭംഗി മുഹമ്മദ് നബിയാണ്. ജമാൽ, ഇനി കമാൽ, കറാബത്ത്, ഇഹ്സാൻ അതൊക്കെ പറയാണ്ട് സമയമില്ല, എനിക്ക് മറ്റൊരു സ്ഥലത്ത് എത്താനുണ്ട്. അതുകൊണ്ട് ആദ്യമായും അവസാനമായും എന്നോട് വളരെ വളരെ വാശിയോടെ ഞാൻ പറയുകയും നിങ്ങളോട് ആദരവോടെ കേൾപ്പിക്കുകയും ചെയ്യുന്നത്, മുഹമ്മദ് നബി കേവലമായ ഒരു മേറ്ററല്ല, ഒരു പ്രഭാഷണത്തിന്റെ വിഷയമല്ല. മുഹമ്മദ് നബിയെ അനുഭവിക്കണം. നാം ജീവിച്ചിരിക്കുന്ന സുന്നത്തുകളാവണം, നാം ജീവിച്ചിരിക്കുന്ന ബുഖാരി ആവണം, നാം ജീവിച്ചിരിക്കുന്ന സ്വഹീഹ് മുസ്ലിം ആവണം, നാം ജീവിച്ചിരിക്കുന്ന തിർമിദി ആവണം, നാം ജീവിച്ചിരിക്കുന്ന നസായി ആവണം, നാം ജീവിച്ചിരിക്കുന്ന ശാഫി ആവണം റളിയല്ലാഹു തആല അൻഹും. അവരാകാൻ നമുക്ക് കഴിയില്ല, പക്ഷേ അവരുടെ പാത പിന്തുടരണം. ഇന്നതാണ് റസൂലുള്ളാഹിന്റെ ലൈബ്രറിയിൽ പോയിട്ടല്ല മറ്റുള്ളവർ മനസ്സിലാക്കുക, നമ്മളെ നോക്കിയിട്ടാണ്. എല്ലാവരും കൂടി പുസ്തകം വായിച്ചിട്ടൊന്നും കാര്യങ്ങൾ പഠിക്കൂല, ആളെ നോക്കിയിട്ടാ പഠിക്കുക. ആളെ നോക്കിയിട്ട് ഞാൻ ഇന്നലെയുള്ള സദസ്സിനോട് പറഞ്ഞൊരു കാര്യം ഇന്നും അറിയാതെ ഓർക്കുകയാണ്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ജുബ്ബ ധരിച്ച, ഈ തലപ്പാവ് ധരിച്ച, ഈ വാച്ച് കെട്ടിയ, ഈ മോതിരമിട്ട ഒരു റഹ്മാനുണ്ട്. ഇത് ഡൂബ്ലിയാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടതാ. ഇനി ഞാൻ എൻ്റെ റൂമിൽ പോയിട്ട് ഈ തലക്കെട്ട് അയച്ചേക്കും, ജുബ്ബ ഊരിയേക്കും. എന്നിട്ട് ഞാൻ എന്താ ചെയ്യണേ? അതാ ഞാൻ, ഇതല്ല. എന്നിട്ട് ഞാൻ എന്താ ചിന്തിക്കണേ? അതാ ഞാൻ, ഇതല്ല. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടതാ. ഇത് പറയുന്ന ഊരിയേക്കും, തുണി മാറ്റും, എന്നിട്ട് ഞാൻ അങ്ങനെ ഇരിക്കും. അപ്പൊ എന്റെ കൽബിൽ എന്താ വരുന്നത്? അതാണ് ഞാൻ. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്? അതാണ് ഞാൻ, ഇതല്ല. ഇത് കൃത്രിമമാണ്. അത് കൊളായ ഇത് കൃത്രിമമാണ്, അത് നന്നായ ഇത് തർക്കടില്ലാത്താവും. അതുകൊണ്ടാണ് സിദ്ദീഖുൽ അക്ബർ അടുക്കതോർക്കും, അല്ലാഹുമ്മ ജിഅൽ സറായിറനാ ഖൈറൻ മിൻ അലാനിയതിനാ വജിഅൽ അലാനിയതനാ ഖൈറാ. രഹസ്യവും പരസ്യവും ഒന്നുകിൽ ഒരുപോലാണ്. രഹസ്യത്തെക്കാൾ പരസ്യത്തെക്കാൾ രഹസ്യം മെച്ചപ്പെടണം, അല്ലെങ്കിൽ ഒരുപോലെയാണ്. അല്ലാത്തതൊക്കെ സൂറയാണ്. അള്ളാഹു അപകടങ്ങളിൽ നിന്ന് അങ്ങനെയുള്ളൊരു ബഹളാമയമായ കാലമാണ്. നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ഹൃദയത്തിൽ ഈ ഹുബ്ബിന്റെ തെളിനീര് നമുക്ക് കുടിപ്പിക്കട്ടെ. മുസ്തഫ
ഈ മദ്ഹും ഈ റസൂലുള്ളാഹിന്റെ മൗലിദാഘോഷത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന രണ്ട് പരിപാടിയാണ്. ഒന്ന് മദ്ഹ്, രണ്ട് ഇത്വാം ത്വാം. ഇത് രണ്ടും നല്ലതാണ്. ഒന്ന് മദ്ഹ്, രണ്ട് ഇത്വാം ത്വാം. അള്ളാഹിലേക്ക് ഇത്ര കൂടുതൽ അടുക്കാൻ മാർഗമുള്ള വേറെ മാർഗങ്ങൾ ഇനിയില്ല.